വിശദമായ വാർത്തകളിലേക്ക്. ചട്ടവിരുദ്ധമായി നമ്പർ പ്ലേറ്റുമായി നിരത്തിലിറങ്ങിയ 3058 വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിലാണ് പിടികൂടിയത്. നിയമലംഘകരിൽ നിന്നായി 10 ലക്ഷം രൂപ പിഴയും ഈടാക്കി. ഓപ്പറേഷൻ നമ്പർ എന്ന പേരിൽ നടത്തിയ റെയ്ഡിലാണ് ഇത്രയും വലിയ നിയമലംഘനം പിടികൂടിയത്. കൂടുതൽ വിവരങ്ങളുമായി KG ദിനകർ ചേരുകയാണ്. ദിനകർ, കൂടുതൽ വിവരങ്ങൾ. മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്തുടനീളം നടത്തിയ പരിശോധനയിലാണ് 3058 വാഹന ഉടമകൾക്കെതിരെ നടപടി സ്വീകരിച്ചത്. പിഴ ഇനത്തിൽ 10 ലക്ഷം രൂപയാണ് വാഹന ഉടമകളിൽ നിന്നും ഈടാക്കിയത്. നിയമപരമല്ലാത്ത നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിച്ചതിനാണ് പിഴ ഈടാക്കിയിരിക്കുന്നത്. മോട്ടോർ വാഹന ചട്ടം 50 നിശ്ചിത അളവിലുള്ള നമ്പർ പ്ലേറ്റുകളാണ് വാഹനങ്ങളിൽ പ്രദർശിപ്പിക്കേണ്ടത്. ഇതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ നമ്പർ എന്ന പേരിലായിരുന്നു സംസ്ഥാനത്തുടനീളം ഇന്ന് റെയ്ഡ് നടത്തിയത്. നിയമം ലംഘിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് 2000, ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് 3000, മീഡിയം വാഹനങ്ങൾക്ക് 4000, ഹെവി വാഹനങ്ങൾക്ക് 5000 രൂപയുമാണ് പിഴ. ഇരുചക്ര വാഹനങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന നമ്പർ പ്ലേറ്റിന് 200 മില്ലിമീറ്റർ നീളവും 100 മില്ലിമീറ്റർ ഉയരവുമാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. മുൻഭാഗത്തെ നമ്പറിന്റെ അക്ഷരങ്ങൾക്കും അക്കങ്ങൾക്കും 30 മില്ലിമീറ്റർ ഉയരവും 5 മില്ലിമീറ്റർ കനവുമാണ് ഉണ്ടായിരിക്കേണ്ടത്. മറ്റു വാഹനങ്ങൾക്ക് ഒറ്റ വരിയിൽ എഴുതുന്ന പ്ലേറ്റിന് 500x120 മില്ലിമീറ്റർ അളവുകളും 2 വരിയിൽ എഴുതുന്ന പ്ലേറ്റിന് 340x200 മില്ലിമീറ്റർ വലിപ്പവുമാണ് ഉണ്ടാവേണ്ടത് എന്നും മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ നടപടി തുടരുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത്. KG ദിനറാണ് വിവരങ്ങൾ നൽകിയത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന് വേണ്ടി ഭൂമി വാങ്ങിയ ഇനത്തിലും ലക്ഷങ്ങളുടെ ക്രമക്കേട്. റവന്യൂ അധികാരികൾ നിർദ്ദേശിച്ചതിനേക്കാൾ 4 ഇരട്ടി വില നൽകിയാണ് ഇടപാടുകൾ നടന്നത്. ഇതിന്റെ വിവരാവകാശ രേഖകൾ പുറത്തുവന്നു. മെഡിക്കൽ കോളേജ് പണിയുന്നതിനായി ഭൂമി വാങ്ങിയതിലും വ്യാപകമായി ക്രമക്കേട്. കാർത്തികപ്പള്ളി തഹസിൽദാർ നിർദ്ദേശിച്ച തുകയുടെ ഇരട്ടിയിലധികം തുകയ്ക്കാണ് കരഭൂമി എന്ന പേരിൽ വയൽ വാങ്ങിയിരിക്കുന്നത്. ഇത് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ പീപ്പിൾ TVക്ക് ലഭിച്ചു. കരുവാറ്റ വില്ലേജിലെ 25 ഏക്കർ ഭൂമിയാണ് മെഡിക്കൽ കോളേജിനായി വാങ്ങിയത്. ഇതിൽ 80% വയലും തണ്ണീർത്തടങ്ങളുമാണ്. ഭൂമിയുടെ മാർക്കറ്റ് വില സംബന്ധിച്ച് കാർത്തികപ്പള്ളി തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് 10,000 രൂപയുള്ള ഭൂമിക്ക് റോഡരികിലാണെങ്കിൽ 1.5 ലക്ഷം രൂപയും യാത്രാ സൗകര്യമില്ലാത്ത ഭൂമിക്ക് 75,000 രൂപയും നൽകാനാണ് പറയുന്നത്. എന്നാൽ ഇതിന് വിരുദ്ധമായി ഗതാഗത സൗകര്യം പോലുമില്ലാത്ത ഭൂമിക്ക് തഹസിൽദാർ നിർദ്ദേശിച്ച വിലയുടെ 4 ഇരട്ടി നൽകിയാണ് വാങ്ങിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിന്റെ പേരിലുള്ള ഭൂമി ഇടപാടിൽ പോലും വ്യാപകമായി ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. നിലവിലുള്ള യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ സ്ഥലമെടുപ്പ് നടപടികൾ നടന്നിട്ടുള്ളത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന രേഖകൾ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ലോകപ്രശസ്തമായ മറയൂർ ചന്ദന മരക്കാട് വീണ്ടും പുനർജനിക്കുന്നു. സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പ്രതിവർഷം 10 ഹെക്ടർ വനഭൂമിയിൽ പുതിയ ചന്ദനക്കാട് വെച്ചുപിടിപ്പിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. പദ്ധതി ഈ വർഷം മുതൽ ആരംഭിക്കും. ലോകത്ത് ഏറ്റവും അധികം അപഹരിക്കപ്പെടുന്ന വനവിഭവമായ ചന്ദനത്തെ കാത്തുസൂക്ഷിക്കുന്നതിന് രാജ്യത്തിന് തന്നെ മാതൃകയായ മറയൂർ ചന്ദന ഡിവിഷനാണ് ചന്ദന സംരക്ഷണത്തിനൊപ്പം ചന്ദനമരക്കാടുകളുടെ പുനഃസൃഷ്ടി പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഓരോ വർഷവും 10 ഹെക്ടർ പുതിയ വനഭൂമിയിൽ ചന്ദനമരം വെച്ചുപിടിപ്പിക്കാനാണ് വനം വകുപ്പിന് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ബാംഗ്ലൂർ ആസ്ഥാനമായ ഇന്ത്യൻ കൌൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ സെന്ററിന്റെ സഹായത്തോടെ പുതിയ നഴ്സറി സ്ഥാപിച്ചാകും പദ്ധതി നടപ്പിലാക്കുകയെന്ന് ചന്ദനം ഡിവിഷൻ DFO R ശിവപ്രസാദ് പറഞ്ഞു. ബാംഗ്ലൂർ IWSTയുടെ ടെക്നിക്കൽ സപ്പോർട്ട് കൂടെ വാങ്ങിയിട്ട് അവരോട് നമുക്കിപ്പോൾ ഒരു ടൈപ്പ് ഉണ്ട്, ബന്ധമുണ്ട്. അവിടുത്തെ സയന്റിസ്റ്റ്മാരോട് നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി സീഡ്ലിങ്സ് ഡെവലപ്പ് ചെയ്ത് ഇതിനെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും നല്ല ഫെൻസിങ് കൊടുത്തിട്ട് ഒരു 10 ഹെക്ടർ ഏരിയ കോമ്പാക്ട് ആക്കി അതിനകത്ത് വലിയ മൃഗങ്ങളൊന്നും കയറാതെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പരിപാലിച്ചെടുക്കാനുള്ള പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുള്ള നിർദ്ദേശം മേൽ ഓഫീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാക്കി കൊണ്ട് മാത്രം ചന്ദനമരത്തെ സംരക്ഷിക്കാനാവില്ല എന്ന തിരിച്ചറിവിൽ പ്രദേശവാസികളെയും ആദിവാസികളെയും കൂട്ടിയുള്ള പുതിയ സംരക്ഷണ രീതി പോലെ എല്ലാവരുടെയും സഹകരണത്തോടെയാകും പുതിയ പദ്ധതി നടപ്പിലാക്കുക. ചന്ദനമരക്കാടുകളുടെ സംരക്ഷണവും പരിലാളനവും മാത്രമല്ല വനം വകുപ്പിന്റെ ജോലിയെന്ന് തെളിയിക്കുകയാണ് മറയൂർ ചന്ദന ഡിവിഷൻ. മറയൂർ ചന്ദനമരക്കാടുകളിൽ നിന്നും ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ, ഇടുക്കി. കോട്ടയം കൂരോപ്പട് പഞ്ചായത്തിലെ കൊത്താലയിൽ ജലനിധി പദ്ധതിയിൽ വിതരണം ചെയ്യുന്നത് മലിനജലം. ചെളിയും ഇരുമ്പിന്റെ അംശവും നിറഞ്ഞ വെള്ളത്തിന് പഞ്ചായത്ത് വെള്ളക്കരം ഈടാക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നപരിഹാരത്തിന് ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കൂരോപ്പട പഞ്ചായത്തിലെ 11ാം വാർഡ് ഉൾപ്പെടുന്ന കോത്തല പ്രദേശത്ത് ജലനിധി പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്ന കുടിവെള്ളമാണിത്. ഇരുമ്പിന്റെ അംശവും ചെളിയും നിറഞ്ഞതുമാണ് ഈ കുടിവെള്ളമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വസ്തുത നിലനിൽക്കെ 200ഓളം കുടുംബങ്ങൾക്ക് ഈ മലിനജലം തന്നെയാണ് ഇപ്പോഴും പഞ്ചായത്ത് അധികൃതർ നൽകി വരുന്നത്. പരാതി ഉന്നയിച്ച് പലതവണ കൂരോപ്പട പഞ്ചായത്ത് അധികാരികളെ കണ്ടെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു.
ഞങ്ങൾ ഈ വെള്ളം കൊണ്ട് കുടിക്കാനല്ലാത്തതിനും എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ തുണിയൊക്കെ കഴുകുന്നുണ്ട്. പക്ഷെ തുണിക്കൊന്നും ഒന്നുമില്ല. വെള്ളം ഇല്ലാത്തതിൻ്റെ പേര് നിവൃത്തികേടിന് അതുകൊണ്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ബാത്റൂമിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ക്ലോസറ്റൊക്കെ ഇരിക്കുന്ന കാണണം. വാട്ടർ അതോറിറ്റിയുടെ ജലം സുലഭമായി ലഭിച്ചിരുന്ന പ്രദേശമായിരുന്നു കോത്തല. ജലനിധി പ്രാവർത്തികമായതോടെ അതും ഇല്ലാതായി. ഇപ്പോൾ ലഭിക്കുന്നതാകട്ടെ മലിനജലവും. മലിനജലം വിതരണം ചെയ്യുന്ന പഞ്ചായത്ത് അധികൃതർ പ്രശ്നപരിഹാരത്തിന് ഇടപെടുന്നില്ലെങ്കിലും കൃത്യമായി എല്ലാ മാസവും വെള്ളക്കരം പിരിക്കാറുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പീപ്പിൾ ടി വി ഇമ്പാക്ട്. മഴനിഴൽ പ്രദേശത്തെ പച്ചക്കറി കർഷകർക്ക് ആശ്വാസമായി കൃഷിമന്ത്രിയുടെ ഇടപെടൽ. കാന്തല്ലൂർ, വട്ടവട, മറയൂർ പഞ്ചായത്തുകളിലെ ജപ്തി ഭീഷണി നേരിടുന്ന കർഷകരുടെ ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ ബാങ്കുകളുമായി ചർച്ച നടത്തി തീരുമാനം കൈക്കൊള്ളുമെന്ന് കൃഷിമന്ത്രിയുടെ ഉറപ്പ്. നടപടി കർഷകരുടെ ദുരവസ്ഥ നേർക്കാഴ്ചയായ പീപ്പിൾ വാർത്തയെ തുടർന്ന്. കാന്തല്ലൂർ, വട്ടവട, മറയൂർ പഞ്ചായത്തുകളിൽ നിരവധി പച്ചക്കറി കർഷകർ ജപ്തി ഭീഷണി നേരിടുന്നുവെന്ന പീപ്പിൾ വാർത്തയെ തുടർന്നാണ് കൃഷിമന്ത്രി VS സുനിൽകുമാർ സംഭവത്തിൽ ഇടപെട്ടത്. കനത്ത കാലവർഷത്തിൽ വെള്ളപ്പൊക്കം മൂലം കൃഷി നശിച്ച കർഷകരെ രക്ഷിക്കാൻ സർക്കാർ മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. അടുത്ത മാസം ഈ പ്രദേശങ്ങളിൽ നേരിട്ടെത്തി കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ വരുന്ന 7-ാം തീയതി, 8-ാം തീയതി, 9-ാം തീയതി 3 ദിവസം കാന്തല്ലൂർ, വട്ടവട മേഖലയിൽ കൃഷിക്കാരെ കാണുന്നുണ്ട്. നിലവിൽ ജപ്തി ഭീഷണി നേരിടുന്ന കർഷകരെ സഹായിക്കാനായി ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ ബാങ്ക് അധികൃതരോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. എങ്ങനെയാണ് അവരുടെ ഈ ജപ്തി നടപടി നിർത്തിവെപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുപ്പിക്കാവുന്നുള്ളൂ. ആ സമയത്ത് അവിടെയുള്ള ബാങ്കുമായിട്ട് കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പെടുകയും അതിന് തൽക്കാലം അത് സ്റ്റോപ്പ് ചെയ്യുന്ന നടപടി എന്തായാലും സ്വീകരിക്കും. പെട്ടെന്നൊരു ജപ്തിയിലേക്ക് പോകാനുള്ള അവസരം എന്തായാലും ഈ ഗവൺമെന്റ് ഉണ്ടാക്കില്ല. ആത്മഹത്യയുടെ വക്കിലും മണ്ണിനെയും കൃഷിയെയും കൈവിടാൻ തയ്യാറാകാത്ത കർഷകർക്ക് പുതുപ്രതീക്ഷ നൽകുന്നതാണ് കൃഷിമന്ത്രിയുടെ വാക്കുകൾ. പുതിയ സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിലൂന്നിയ നടപടികൾ കൂടി നടപ്പിലായാൽ എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയും ഇവിടുത്തെ പാവം കർഷകർക്കുണ്ട്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പോലീസ് ഡ്രൈവർ മണിയൻപിള്ളയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ആട് ആന്റണിക്ക് ജീവപര്യന്തം കഠിന തടവും 4.5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കൊല്ലപ്പെട്ട പോലീസ് ഡ്രൈവർ മണിയൻപിള്ളയുടെ കുടുംബത്തിനും പരിക്കേറ്റ ASI ജോയിക്കും നഷ്ടപരിഹാരം നൽകണമെന്നും ജില്ലാ ജഡ്ജി ജോർജ് മാത്യു ഉത്തരവിട്ടു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് പരിഗണിക്കാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. 302, 307, 333, 471, 468 IPC തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കുപ്രസിദ്ധ മോഷ്ടാവ് ആട് ആന്റണിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത്. 4,45,000 രൂപ പിഴയും വിധിച്ചു. കൊല്ലപ്പെട്ട പോലീസ് ഡ്രൈവർ മണിയമ്പിള്ളയുടെ കുടുംബത്തിനും പരിക്കേറ്റ ASI ജോയിക്കും നഷ്ടപരിഹാരം നൽകണമെന്നും ജില്ലാ ജഡ്ജി ജോർജ് മാത്യു ഉത്തരവിട്ടു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് പരിഗണിക്കാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നേച്ചറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ലഭ്യമാകേണ്ട പരമാവധി ശിക്ഷ ഈ കേസിൽ ലഭ്യമായിട്ടുണ്ടെന്ന് തന്നെയാണ്. 15 ജീവിത അവസാനം വരെ ജീവപര്യന്തവും അതുകൂടാതെ 15 വർഷത്തെ ശിക്ഷയും വിധിച്ചു. കോടതി ആരംഭിച്ചപ്പോൾ തന്നെ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടി പ്രതി കുറ്റക്കാരനാണെന്നും പ്രതിക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ താൻ നിരപരാധിയാണെന്നായിരുന്നു ആട് ആന്റണിയുടെ മറുപടി. തുടർന്ന് വധശിക്ഷയ്ക്ക് താഴെയുള്ള ശിക്ഷ നൽകണമെന്നും പ്രതിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി ആട് ആന്റണിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയമ്പിള്ളയുടെ കുടുംബത്തിനും ASI ജോയിക്കും നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം മാധ്യമപ്രവർത്തകരെ കോടതിക്കുള്ളിൽ കയറാൻ അഭിഭാഷകർ അനുവദിച്ചില്ല. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കോടതിക്ക് അകത്തും പുറത്തും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. പീപ്പിൾ TV ഇൻവെസ്റ്റിഗേഷൻ. റിസോഴ്സ് ടീച്ചേഴ്സ് തസ്തികയിൽ കോഴ വാങ്ങി നിയമനം നടത്താൻ നീക്കം. IED സെൽ ഡെപ്യൂട്ടി ഡയറക്ടർ R രാജനും സഹായി ജ്യോതിഷും പീപ്പിളിന്റെ ഒളി ക്യാമറയിൽ കുടുങ്ങി. ഒരു തസ്തികയ്ക്ക് ഇവർ ആവശ്യപ്പെട്ടത് 1.5 ലക്ഷം രൂപ. താൽക്കാലിക ജോലി സ്ഥിരപ്പെടുത്തി തരുമെന്നും വാഗ്ദാനം. ഹയർ സെക്കൻഡറിയിൽ 140ഉം ഹൈസ്കൂളിൽ 22 ഒഴിവുകളിലേക്കാണ് നിയമനം നടക്കുന്നത്. 2 കോടിയോളം രൂപയുടെ അഴിമതിയാണ് സംഘം ലക്ഷ്യമിട്ടത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് DPI അറിയിച്ചു. സംസ്ഥാനത്തെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിലുള്ള ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനുള്ള റിസോഴ്സ് ടീച്ചർ തസ്തികയിലേക്കാണ് കോഴ വാങ്ങി നിയമനം നടത്താനുള്ള നീക്കം നടക്കുന്നത്. ഹയർ സെക്കൻഡറിയിൽ 140 ഒഴിവുകളിലേക്കും ഹൈസ്കൂളിൽ 22 ഒഴിവുകളിലേക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികളിൽ നിന്നും വൻതുക കോഴ വാങ്ങി നിയമനം നടത്തുന്നുവെന്ന വിവരത്തെ തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണം എത്തിച്ചേർന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ R രാജനിൽ. ഉദ്യോഗാർത്ഥിയുടെ ബന്ധു എന്ന വ്യാജേന ബന്ധപ്പെട്ട ഞങ്ങളോട് DD രാജൻ ആവശ്യപ്പെട്ടത് വയനാട്ടിലെ ജ്യോതിഷ് എന്ന സഹായിയെ കാണാൻ. ഹലോ, ആരാണ്? രാജൻ സാറല്ലേ? അതെ സാർ, നമസ്കാരം. നമസ്കാരം. ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് അനിൽ എന്നാണേ. എന്റെ പെങ്ങൾ അവിടെ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ ഒരു ടീച്ചറായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നല്ലോ.
അപ്പൊ നമ്മള് നമ്മുടെ വയനാട്ടിൽ ജ്യോതിഷിനെ ഇങ്ങനെ ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ ഒന്ന് ഏർപ്പാടാക്കി തരാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ സഹായിക്കാൻ പറ്റും? എന്താ പേര്? ഷീജ. നോക്കട്ടെ, അപേക്ഷകളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏത് ജില്ലയിലേക്കാ ചോദിച്ചേ? കോഴിക്കോട് തന്നെയാണ്. ഞാൻ കോഴിക്കോട്ടാണ്. എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കട്ടെ. അദ്ദേഹത്തോടൊന്ന് ഓർമ്മിക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ നോക്കാം. ഞാൻ ജോലിക്കാരോട് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? അല്ല, എന്നോട് എന്റെ പേര് എന്നോടൊന്ന് ഓർമ്മിക്കാൻ പറഞ്ഞാൽ മതി ആ പേര്. വയനാട്ടിലെ റിസോഴ്സ് ടീച്ചറായ ജ്യോതിഷ് ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം DD രാജന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണെന്നാണ്. വിലപേശലിനൊടുവിൽ 1.5 ലക്ഷം രൂപയ്ക്ക് കരാർ ഉറപ്പിച്ചു. താൽക്കാലിക ജോലി സ്ഥിരപ്പെടുത്തി തരാമെന്നും ജ്യോതിഷ് ഉറപ്പു നൽകി. സാറിന്റെ ഇതാണ് പേഴ്സണൽ അസിസ്റ്റന്റ്. അപ്പൊ ആൾക്കാർ നമ്മൾ എന്താ പറയാ, കോഴിക്കോട് കിട്ടുമോ? കോഴിക്കോട് അല്ലേ? കോഴിക്കോട് കിട്ടണം. അവിടെ പോകാൻ സൗകര്യം വീട് ശരിയായിട്ടോ? അല്ല, അറിയോ? ഈ അത് സംഭവം ഉറപ്പാണ്. അത് കുഴപ്പമില്ല. ഞാൻ സംസാരിക്കട്ടെ, അതിൽ വിളിച്ചാൽ പോരാ. അതില് പൈസ പറയുകയാണെങ്കിൽ എന്നിട്ട് പറയാം. ഓരോ ജില്ലകളിലും തങ്ങളുടെ വിശ്വസ്തരായ സഹായികളെ ഏജന്റുമാരായി നിയോഗിച്ചാണ് ഈ സംഘം തട്ടിപ്പ് നടത്തുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തിയാൽ ഇവർ നടത്തുന്ന മറ്റു തട്ടിപ്പുകളെക്കുറിച്ചുള്ള വിവരവും ലഭ്യമാകും. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. പീപ്പിൾ ഇമ്പാക്ട് കോഴയുമായി ബന്ധപ്പെട്ട് നടപടിയുണ്ടായിരിക്കുന്നു. IED സെൽ ഡെപ്യൂട്ടി ഡയറക്ടർ രാജനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി PV കുട്ടൻ ചേരുകയാണ്. PV കുട്ടൻ, എന്തൊക്കെ നടപടികളാണ് ഇയാൾക്കെതിരെ ഉണ്ടായിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ? ജോജറ്റ്, പീപ്പിൾ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടിയന്തര നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പാണ് ഇപ്പോൾ IED സെൽ ഡെപ്യൂട്ടി ഡയറക്ടർ രാജനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പീപ്പിൾ വാർത്തയെ തുടർന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. DPI ആണ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഉത്തരവ് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ രാജന്റെ ഇടപാടുകളെ കുറിച്ചും ഈ കോഴ വാർത്തയുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി അഡീഷണൽ DPI ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ജോജറ്റ്, ഏതായാലും വലിയ കോഴ സംബന്ധിച്ച വാർത്തയാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. ഇതിനുശേഷം ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഈ മേഖലയിലുള്ള വിവിധ കോണുകളിൽ നിന്നും ധാരാളം വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. DD രാജൻ നടത്തുന്ന ക്രമക്കേടുകളെ കുറിച്ചും അഴിമതി സംബന്ധിച്ചുള്ള വളരെ വിശാലമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജോജറ്റ്, കൊല്ലത്ത് ദേശാടന കിളികളും കുഞ്ഞുങ്ങളും നാട് കാണാനെത്തിയത് കാഴ്ചയുടെ വിരുന്നായി. രക്ഷിതാക്കളും 12 മക്കളുമൊത്ത് പറമ്പുകൾ സന്ദർശിക്കുന്ന തിരക്കിലാണ് കിളിക്കൂട്ടം. കൊല്ലം പട്ടത്താനം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പരിസരത്ത് അഡ്വക്കേറ്റ് വെളിയം KS രാജീവിന്റെ ഭൂമിയിലാണ് കാളിമുണ്ട ഇനത്തിൽപ്പെട്ട ദേശാടന ഇണക്കിളികളെത്തി മുട്ടയിട്ട് വിരിയിച്ച് ഇപ്പോൾ നാട് കാണാൻ ഇറങ്ങിയത്. പ്രദേശത്തെ പറമ്പുകളിൽ നിന്ന് പറമ്പുകളിലേക്ക് പറക്കമുറ്റാത്ത 12 കുഞ്ഞുങ്ങളുമായി അമ്മക്കിളി മുമ്പിലും കാരണവരുടെ റോളിൽ പുറകിലും നടക്കുന്ന കാഴ്ച കാണാൻ നാട്ടുകാരുമുണ്ട്. അച്ഛനും അമ്മയും പറന്നു പോയപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ നിലവിളി തുടങ്ങി. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കാണുകയൊക്കെ ചെയ്ത് അല്ല നമ്മളെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ നമ്മൾ നോക്കുന്നതിനെക്കാട്ടും ഭംഗിയായിട്ട് ഈ 2 പക്ഷികളും അച്ഛനും അമ്മയും കൂടെ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നു. കാരണം വെച്ചാൽ ഒരു 14 കുഞ്ഞുങ്ങളും തള്ളയും തന്തയായിട്ടാണ് ഇങ്ങനെ റോഡിൽ കൂടെ നടന്ന് ഏകദേശം 100-200 മീറ്റർ നടന്നാണ് ഒരു പ്രദേശത്ത് വന്ന് നിൽക്കുന്നത്. നമ്മളിവിടെയുള്ള പരിസരവാസികളെല്ലാം അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾക്കകം ദേശാടനക്കിളികൾ മക്കളെ പറക്കാൻ പഠിപ്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പറന്നകലും. അതുവരെ ഇവയെ സംരക്ഷിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് വനം മന്ത്രി K. രാജു. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി 2 വർഷത്തിനകം മൃഗശാല പാർക്കിലേക്ക് മാറ്റി സ്ഥാപിക്കാനാണ് ആലോചന. നിലവിൽ മൃഗശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാറും പറഞ്ഞു. ഇടത് സർക്കാർ ബജറ്റിൽ പണം നീക്കിവച്ചതിനെ തുടർന്നാണ് 1 പതിറ്റാണ്ടിലധികമായി പരിഗണനയിലിരിക്കുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വനം മന്ത്രി K. രാജു പുത്തൂരിലെത്തി വനം മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. കൃഷിമന്ത്രി VS സുനിൽകുമാറും ചർച്ചയിൽ പങ്കെടുത്തു. 336 ഏക്കർ വനഭൂമിയാണ് പാർക്കിനായി നീക്കിവച്ചിരിക്കുന്നത്. 6 മാസത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗത്തിന് ശേഷം മന്ത്രി K. രാജു അറിയിച്ചു. ബേഡ്സിനുള്ള സ്ഥലം, അത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ വശത്ത് അനിമൽസിനുള്ള സ്ഥലങ്ങൾ, പാർക്കിംഗ് ഏരിയ,
ഇതെല്ലാം തന്നെ ഫസ്റ്റ് ഫേസ് ആയിട്ട് തന്നെ നിർമ്മിക്കാൻ വേണ്ടി കഴിയും. 2 വർഷത്തിനകം പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കി മൃഗശാല പൂർണ്ണമായും പുത്തൂരിലേക്ക് മാറ്റി സ്ഥാപിക്കും. നഗരമധ്യത്തിൽ ഒഴിവുവരുന്ന 13 ഏക്കർ സ്ഥലം സാംസ്കാരിക കേന്ദ്രത്തിനായി വിനിയോഗിക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. നമ്മുടെ ഈ സാംസ്കാരിക സമുച്ചയം ഇവിടെ തന്നെ ആരംഭിക്കാൻ 13 ഏക്കർ കൂടി. പക്ഷെ ഇവിടെ ഇതൊരു വലിയൊരു ആവാസ വ്യവസ്ഥയാണ്. അതിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലായിരിക്കും നമ്മൾ ഏത് കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ടെങ്കിലും അത് ഞങ്ങൾ ആലോചിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാല എന്ന ഖ്യാതി പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് സ്വന്തമാകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആനമുത്തശ്ശിയായ ദാക്ഷായണിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആനമുത്തശ്ശിപ്പട്ടം നൽകി ആദരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനകളിൽ ഏറ്റവും പ്രായം കൂടിയ ആനയാണ് 86 വയസ്സുള്ള ദാക്ഷായണി. തിരുവിതാംകൂർ രാജകുടുംബം 5-ാം വയസ്സിലാണ് ദാക്ഷായണിയെ ദേവസ്വത്തിന് നടക്കിരുത്തിയത്. കോടനാട് ആനസങ്കേതത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ ദാക്ഷായണിയെ 50 വർഷം മുമ്പ് ചെങ്കളൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് കൈമാറുകയായിരുന്നു. ഇപ്പോൾ ദാക്ഷായണിക്ക് വയസ്സ് 86. നാട്ടാനകളിൽ ഏറ്റവും പ്രായം കൂടിയ ദാക്ഷായണിയെ ആനമുത്തശ്ശിപ്പട്ടം നൽകിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആദരിച്ചത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വനമന്ത്രി അഡ്വക്കേറ്റ് K. രാജു ദാക്ഷായണിക്ക് ആനമുത്തശ്ശിപ്പട്ടം സമ്മാനിച്ചു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ, പ്രൊഫസർ V. മധുസൂദനൻ നായർ എന്നിവരും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. ഗിന്നസ് റെക്കോർഡ് അനുസരിച്ച് ഏറ്റവും പ്രായമുള്ള ആന തായ്വാൻ മൃഗശാലയിലെ ലിൻവാങ് ആയിരുന്നു. ഇത് 86-ാം വയസ്സിൽ ചരിഞ്ഞു. ഈ സാഹചര്യത്തിൽ ദാക്ഷായണിയെ ഗിന്നസ് റെക്കോർഡിലേക്ക് പരിഗണിക്കുന്നതിനുള്ള ശ്രമങ്ങളും ദേവസ്വം ബോർഡ് തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹിമാലയ ഗിരിനിരകളിലേക്ക് ബൈക്കിൽ സാഹസിക യാത്ര നടത്തിയ മലയാളി യുവതി നാടിന് അഭിമാനമായി. ബംഗളൂരുവിൽ സ്വകാര്യ കമ്പനി ജീവനക്കാരിയും കാസർഗോഡ് ഇരേണി സ്വദേശിയുമായ PN സൗമ്യയാണ് ഹിമാലയത്തിലേക്ക് അതിസാഹസിക യാത്ര വിജയകരമാക്കി പൂർത്തിയാക്കി ശ്രദ്ധാകേന്ദ്രമായത്. വീണ്ടും സാഹസിക യാത്രകൾ ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സൗമ്യ. കാസർഗോഡ് ഇരിയണിയിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനിയായിരിക്കെ സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ടാണ് ഇരുചക്രവാഹനത്തിലുള്ള സൗമ്യയുടെ സഞ്ചാരപ്രിയത്തിന് തുടക്കം. കോളേജിലെത്തിയതോടെ യാത്ര സ്കൂട്ടറിലായി. മംഗലാപുരം സർവകലാശാലയിൽ നിന്ന് MCJ പാസ്സായി ബാംഗ്ലൂരിലെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരിയായതോടെയാണ് ഭർത്താവ് തിരുവല്ല സ്വദേശി വിപിനിൽ നിന്നും ബൈക്ക് യാത്രയിൽ പരിശീലനം നേടിയത്. റോയൽ എൻഫീൽഡ് കമ്പനിയുടെ ഈ വർഷത്തെ ഹിമാലയൻ വനിതാ ബൈക്ക് യാത്രാ സംഘത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതുമുഖങ്ങളിൽ ഒരാളായിരുന്നു സൗമ്യ. 500cc ഡെസേർട്ട് സ്റ്റോം ബൈക്കിൽ കഴിഞ്ഞ ജൂലൈ 9-ന് ദില്ലിയിൽ നിന്നും 14 പേർക്കൊപ്പം യാത്ര തിരിച്ച സൗമ്യ 2300 കിലോമീറ്റർ യാത്ര ചെയ്ത് 15-ാം നാളിലാണ് ദില്ലിയിൽ തിരിച്ചെത്തിയത്. മറക്കാനാവാത്ത സാഹസിക യാത്രയായിരുന്നു ഇതെന്ന് സൗമ്യ ഓർക്കുന്നു. അപ്പം ഇതൊരു സാഹസിക യാത്ര എന്നതിലുപരി എനിക്ക് എന്നെ സ്വയം അറിയാനുള്ള ഒരു യാത്ര, എന്നെ പോലെ ചിന്തിക്കുന്ന സ്ത്രീകളുടെ കൂടെ പോകാൻ അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ദുർഘടമായ ചെങ്കുത്തായ മലയോര പാതകളും മൂടൽമഞ്ഞും മണ്ണിടിച്ചിലും അതിശൈത്യവും അതിജീവിച്ച് 18,380 അടി ഉയരമുള്ള കർദുർക്ല ഗിരിശൃംഗത്തിൽ 9-ാം ദിവസമെത്തിയ സൗമ്യ സാഹസികത ഏറ്റെടുക്കാൻ സ്ത്രീകൾ തയ്യാറാകണമെന്ന ഉപദേശമാണുള്ളത്. വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എനിക്ക് ഈ ഒരു അവസരം കിട്ടിയത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ഇതുപോലെ അവസരങ്ങൾ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. ഇതൊരു പ്രചോദനമായിട്ട് എല്ലാ പെൺകുട്ടികളും ഏറ്റെടുക്കണം, എല്ലാ സ്ത്രീകളും കാണണം. കാസർഗോഡ് ഇരിയണ്ണി മഞ്ചക്കലിലെ നാരായണന്റെയും പങ്കജത്തിന്റെയും മകളാണ് സൗമ്യ. ഇച്ഛാശക്തിയുണ്ടെങ്കിൽ ഹിമാലയവും കീഴടക്കാനാകുമെന്നുള്ളതാണ് സൗമ്യയുടെ സാഹസിക ബൈക്ക് യാത്ര നമുക്ക് നൽകുന്ന അനുഭവ പാഠം. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിന്റെ ജീവിതത്തിലെ ആരും പറയാത്ത എന്നാൽ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഉൾപ്പെടുത്തി എഴുതിയ പുസ്തകം ശ്രദ്ധേയമാകുന്നു. മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് ഷാഫിയാണ് കലാമിന്റെ വ്യക്തിജീവിതത്തിന്റെ പുതിയ ഏടുകൾ വായനക്കാരിലെത്തിക്കുന്നത്. രാമേശ്വരത്തെ മണൽത്തരികളെ വരെ തന്റെ പുസ്തകത്തിലെ കഥാപാത്രങ്ങളാക്കിയാണ് മുഹമ്മദ് ഷാഫി അറിഞ്ഞതും അറിയാത്തതുമായ കലാം എന്ന പുസ്തകം യാഥാർത്ഥ്യമാക്കിയത്. ചരിത്രകാരന്മാരും ശാസ്ത്ര കുതികളും കാണാത്ത അല്ലെങ്കിൽ അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത കലാമിനെയാണ് ഷാഫി കണ്ടെത്തി തന്റെ എഴുത്തുമൊഴിയിലൂടെ വെളിപ്പെടുത്തുന്നത്. അമ്മയോടുള്ള സ്നേഹം മുടങ്ങിപ്പോയ കല്യാണം, കഥകളിയെ നമിച്ച രാഷ്ട്രപതി, പ്രണയത്തിൽ തിരുവനന്തപുരം, കലാമും സ്കൂട്ടറും, കലാമിന്റെ മുറി, കലാമിനെ ചെരിപ്പറിഞ്ഞ വിഷമത്തിൽ മഹദോ, ശോകമുഖമായ അവസാന ദിവസം വരെ, അങ്ങനെ പുറം ലോകം അറിയാത്ത 150ഓളം അധ്യായങ്ങളുണ്ട് പുസ്തകത്തിൽ. അറിഞ്ഞതും അറിയാത്തതും കലാം എന്ന ആ പേരിൽ തന്നെ ഉള്ളതുപോലെ തന്നെ അതിനകത്ത് ഒരു ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചാപ്റ്ററുണ്ട്. ആ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കല്യാണം കഴിക്കാഞ്ഞത് എന്താണ് എന്നുള്ളത് ലോകത്തിന് മുന്നിലേക്ക് പറയുകയാണ് ആ ചാപ്റ്റർ പറയുന്നത്. അപ്പം പുസ്തകത്തിനകത്ത് തന്നെ 162ഓളം ചാപ്റ്ററുണ്ട്. ആ 162 ചാപ്റ്റർ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചാപ്റ്ററാണ് ഞാൻ ഈ പറഞ്ഞ ചാപ്റ്റർ. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കലാമിനെ പഠനവിധേയമാക്കണമെന്ന സന്ദേശമാണ് മുഹമ്മദ് ഷാഫി എന്ന യുവ എഴുത്തുകാരൻ അറിഞ്ഞതും അറിയാത്തതുമായ കലാം എന്ന പുസ്തകത്തിലൂടെ വായനക്കാരോട് പറയുന്നത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.